നാളത്തേക്ക് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമെന്ന് ആലോചിച്ചിരിക്കുകയാണോ നിങ്ങൾ? എങ്കിൽ ദേ ഈ ഒരു ഐറ്റം ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. നമുക്ക് കറിയൊന്നും വേണ്ട കേട്ടോ, അത് നല്ല ചൂടോടുകൂടി തിന്നാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ദേ നമുക്കിതിൻ്റെ റെസിപ്പി എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 കപ്പ് മൈദ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ നമുക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാമേ. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒരുമിച്ച് തന്നെ വെള്ളം ഒഴിക്കൽ, കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുക. എന്നാലേ നമുക്കിതിൻ്റെ വെള്ളത്തിൻ്റെ പരുവം കറക്റ്റായിട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര ലൂസായി പോകും. ഇതിപ്പോൾ നമ്മുടെ മാവൊക്കെ നന്നായിട്ടൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് 3 മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ചെറുതായി അരിഞ്ഞ സവോളയും തക്കാളിയും മല്ലിയിലയും ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് കളറിന് വേണ്ടിയിട്ട് നമുക്ക് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കാമേ. നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകും ചേർക്കാം കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ നമ്മളുടെ മാവൊക്കെ ഒന്ന് ഉണ്ടയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇതൊന്ന് പരത്തിയെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മേലെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്യണം. അതുപോലെ കുറച്ച് പൊടിയും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെയൊന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് സാധാരണ പരത്തിയെടുക്കുന്നത് പോലെ കനം കുറച്ച് ഒന്ന് പരത്തിയെടുക്കാമേ. അധികം കട്ടിയാവാണ്ട് സൂക്ഷിക്കുക. നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തിയെടുത്തിട്ട് നമ്മളുടെ മുട്ടയുടെ മിക്സിനകത്ത് ഒന്ന് നന്നായിട്ട് 2 സൈഡും ഒന്ന് പൊക്കിയെടുത്തിട്ട് ചൂടായിരിക്കുന്ന തവയിലോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് മുരിയിച്ചെടുക്കാം. ഇനി നമുക്കിതിൻ്റെ മേലെ നല്ല ബട്ടർ തേച്ച് കൊടുക്കാമേ. ഗീ ഉണ്ടെങ്കിൽ ഗീ ആയാലും മതി. എന്നാൽ പക്ഷേ ബട്ടറിനാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ, അതുകൊണ്ട് ഞാൻ ബട്ടറാണ് ചെയ്തേക്കുന്നത്. ഇനി നന്നായിട്ട് 2 സൈഡും ഒന്ന് വെന്ത് വന്നപ്പോഴേക്ക് നമുക്കിനി ഇത് പാനിൽ നിന്ന് എടുക്കാം. ഇത്രയേ ഉള്ളൂ, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. മക്കൾക്കൊക്കെ എന്തായാലും അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യൂ.